ഹലോ കൂട്ടുകാരെ, ചിൽഡ്രൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആട്ടിൻകുട്ടിയുടെയും ചെന്നായയുടെയും കഥ കേട്ടാലോ? കാടിനടുത്ത് ഒരു സുന്ദരമായ ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഒരു വീട്ടിൽ സൂത്രശാലിയായ ഒരു ആട്ടിൻകുട്ടി താമസിച്ചിരുന്നു. ഒരു ദിവസം ആട്ടിൻകുട്ടി ഉറക്കത്തിൽ ഒരു ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു നോക്കിയപ്പോൾ അതാ മുൻപിൽ തന്നെ ഒരു ചെന്നായ നിൽക്കുന്നു. ആട്ടിൻകുട്ടി പേടിച്ചുപോയി. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് ചെന്നായയുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവൻ വിചാരിച്ചു. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. ആട്ടിൻകുട്ടി ചെന്നായയോട് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് പൂർണ്ണമായും കീഴടങ്ങുന്നു. അങ്ങയുടെ ഭക്ഷണമാകുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട്. ഞാൻ കുറേ ദിവസങ്ങളായി രോഗമായി കിടപ്പിലായിരുന്നു. ഇപ്പോഴും ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലായിട്ടില്ല. നോക്കൂ, ഞാൻ എത്ര ക്ഷീണിച്ചിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഇന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോകരുത്. ഒരു മാസം കഴിയുമ്പോൾ അങ്ങ് ഇവിടെ വരൂ. അപ്പോഴേക്കും ഞാൻ വലുതാവുകയും ചെയ്യും. ഇത് കേട്ട് ചെന്നായ സമ്മതിച്ചു. ആട്ടിൻകുട്ടിക്ക് ആശ്വാസമായി. പിറ്റേ ദിവസം ആട്ടിൻകുട്ടി ഈ വിവരങ്ങളെല്ലാം തൻ്റെ യജമാനനോട് പറഞ്ഞു. യജമാനൻ ആട്ടിൻകുട്ടിയോട് പറഞ്ഞു, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കരുതലുകളും ഞാൻ നോക്കിക്കൊള്ളാം. ആട്ടിൻകുട്ടിക്ക് സന്തോഷമായി. താമസിയാതെ യജമാനൻ 2 വലിയ നായ്ക്കളെ വാങ്ങി. എന്നിട്ട് അവരോട് പറഞ്ഞു, ആട്ടിൻകുട്ടിക്ക് യാതൊരു ആപത്തും വരാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം. നായ്ക്കുട്ടികൾ തലയാട്ടി സമ്മതിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു മാസം പൂർത്തിയായ ദിവസം തന്നെ ചെന്നായ ആട്ടിൻകൂട്ടിലെത്തി. എന്നിട്ട് ആട്ടിൻകുട്ടിയോട് പറഞ്ഞു, വരൂ, നമുക്ക് പോകാം. ആട്ടിൻകുട്ടി പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ വരാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് അവസാനമായി ഒരാഗ്രഹമുണ്ട്. ചെന്നായ പറഞ്ഞു, എന്താണ് നിന്റെ ആഗ്രഹം? ആഗ്രഹം എന്തു തന്നെ ആയാലും വേഗം വേണം. ആട്ടിൻകുട്ടി പറഞ്ഞു, എനിക്ക് ഒരു പാട്ട് പാടിയാൽ മാത്രം മതി. എന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് കേട്ട് നായ്ക്കൾക്ക് കാര്യം മനസ്സിലായി. നായ്ക്കൾ വേഗം കുരച്ചുകൊണ്ട് ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്നു. നായ്ക്കളെ കണ്ട് ചെന്നായ ഓടി രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, അപകട ഭീഷണിയുള്ളപ്പോൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ അവയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.